2 മണിക്ക് ശേഷമാണ് കേട്ടോ ഇക്ക ലഞ്ച് കഴിക്കാൻ വന്നത്. പക്ഷെ ആ സമയമായിട്ട് പോലും എന്റെ ലഞ്ച് റെഡി ആയിട്ടില്ല. അപ്പൊ ഒന്ന് ലഞ്ചിന് ബീൻസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അത് കട്ട് ചെയ്ത് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തപ്പോഴാണ് ഞാൻ ടൈം നോക്കണം 1:25 ആയിട്ടുണ്ട്. പാനിൽ എണ്ണ ഒഴിച്ചപ്പോഴാണ് കേട്ടോ കറിവേപ്പില ഇല്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അത് പൊട്ടിക്കാൻ പോയപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ നല്ല മഴയായി, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ മഴ കണ്ടിരിക്കാൻ സമയമല്ല, വേഗം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കടുക് ഓയിലേക്ക് ഇട്ടപ്പോഴാണ് കേട്ടോ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് ബീൻസൊക്കെ ഇട്ടിട്ട് ഞാൻ അത് അടച്ചു വെച്ചു കേട്ടോ. അപ്പോഴേക്കും മഴ നല്ല സ്ട്രോങ് ആയി പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉള്ളത് ബീട്രൂട്ടാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സാധാരണ ഞാൻ ബീട്രൂട്ട് കൊണ്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ബീൻസ് കൊണ്ട് തോരൻ ഉണ്ടാക്കണ്ട, അപ്പോൾ ബീട്രൂട്ട് കൊണ്ട് പച്ചടി ഉണ്ടാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതിനിടയിൽ തോരന് റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ടല്ലോ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്തത് വേവിച്ചെടുക്കണം കേട്ടോ കുക്കറിൽ. അപ്പോൾ അത് വേവിക്കാൻ വെച്ചപ്പോഴേക്കും ഞാൻ തേങ്ങയൊക്കെ ഒന്ന് കുത്തിയെടുക്കുകയാണ് കേട്ടോ. ബീട്രൂട്ടിലേക്ക് തേങ്ങ വേണമല്ലോ. തേങ്ങ ഇങ്ങനെ കുത്തിയെടുത്ത് അരക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ തേങ്ങ ചിലവാൻ മടിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയിലേക്ക് തൈരും കൂടെ ചേർത്തിട്ടാണ് അരച്ചത്. ബീട്രൂട്ടിന്റെ വെള്ളം ഞാൻ കളയുന്നില്ല കേട്ടോ. നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊഴിക്കാന്ന് വിചാരിച്ചു. അതിനിടയിൽ ചെറുപയറും കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട്. ആ സമയത്താണ് കേട്ടോ ഇക്ക വരുന്നത്. 2 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ബീട്രൂട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് അത് വേഗം വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നിന്നിട്ട് നോക്കിയിട്ടൊന്നും സമയമല്ല. അപ്പൊ ഇത് കാണുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കുറച്ച് നേരത്തെ അടുക്കളയിൽ കയറി ലഞ്ചൊക്കെ റെഡിയാക്കി കൂടെ, ഭർത്താവ് വരുമ്പോഴേക്കൊന്നും. അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പക്ഷെ എന്നുണ്ടല്ലോ വീഡിയോ എഡിറ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ കിച്ചണിൽ കയറിയത്. രാത്രി ചെയ്യാൻ മടിയായിട്ട് തന്നെ, അല്ലാതെ ഒന്നുമല്ല. അങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിക്കുമ്പോൾ പിന്നെ ഞാൻ നന്നാവും കേട്ടോ. അല്ലെങ്കിൽ എന്നും ഒരുപോലെ അല്ലല്ലേ, ചില ദിവസം നമുക്ക് വയ്യാതെ ആവും. അപ്പോഴൊക്കെ കേട്ടോ ഇങ്ങനെ സംഭവിക്കുക. ഇറച്ചി മീനും ഇല്ലാത്ത ദിവസം ഉണ്ടല്ലോ പ്രോട്ടീന് വേണ്ടി മുട്ട പൊരിച്ച് മടുത്തതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചെറുപയർ ഉണ്ടാക്കിയത്. അങ്ങനെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ലൊരു വെജിറ്റേറിയൻ ഊണന്നെ ഇക്കാക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇക്കാനെ വിളിക്കാൻ ചെന്നപ്പോൾ ഇക്ക കടന്ന് വീഡിയോസൊക്കെ കാണുകയാണ് കേട്ടോ. അപ്പോൾ വെജിറ്റബിൾ കുറുമ ഉണ്ടായിരുന്നു രാവിലത്തെ, അതാണ് ഞാൻ കറിയായിട്ട് വെച്ചിട്ടുള്ളത്. പക്ഷെ ഇക്ക പറഞ്ഞു പച്ചടി മതി. അങ്ങനെ പച്ചടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇക്ക ചോറുണ്ണുന്നത്. പക്ഷെ ഞാനുണ്ടല്ലോ ഞാൻ വെജിറ്റബിൾ കുറുമയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചോറ് കഴിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇറച്ചി മീനൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ നല്ലൊരു വെജിറ്റേറിയൻ ഊണ് കഴിക്കുമ്പോൾ നമുക്ക് നല്ല സംതൃപ്തിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി.